ഇന്ന് ഡേ 25 75 ആണ് തുടങ്ങിയിട്ട്. ഞാൻ ആലോചിക്കായിരുന്നു, നമ്മൾ ആരെ ശരിക്കും മോട്ടിവേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ അടുത്ത ഫാമിലിയോ ഒന്നുമല്ല. ചില ആളുകളില്ലേ നമ്മൾക്ക് പരിചയമുള്ള, അതായത് നമ്മളെ എപ്പോഴും കണ്ടാലും ഇതൊക്കെ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഇത് നീ ഒന്ന് ചെയ്ത് കാണിക്ക്, ഇതൊന്നും നിന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്ന ചില ആളുകള്, അവരാണ് ആക്ച്വൽ മോട്ടിവേറ്റേഴ്സ്. കാരണം എന്താ, ഇവരാണ് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളെക്കായും നമ്മുടെ അടുത്ത ബന്ധുക്കളെക്കായൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളെ ചെക്ക് ചെയ്യുന്നത് ഇവരാണ്. ഇവര് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നും, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ പോസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ വന്നും, നമ്മുടെ വാട്സാപ്പിൽ വന്നൊക്കെ നമ്മളോട് ചോദിക്കും, ഇന്ന് പോസ്റ്റ് കണ്ടില്ലല്ലോ, ഇന്ന് വർക്കൗട്ട് ചെയ്തോ, ഇന്ന് നടക്കാൻ പോയോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇവരെ പേടിച്ചിട്ട് ചില ദിവസങ്ങളിൽ നമ്മള് നമ്മുടെ ചലഞ്ച് കണ്ടിന്യൂ ചെയ്യും. കാരണം ഇവരുടെ മുമ്പിൽ നമുക്ക് തോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഞാനും സക്സസ്ഫുള്ളി 25 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവരെ പേടിച്ചിട്ട് മാത്രമല്ല, ഇത് ചെയ്തപ്പോ ആദ്യം തുടക്കത്തിലൊക്കെ എനിക്കും വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം നമ്മള് 2 വർക്കൗട്ട് ചെയ്യണം, അതിന്റെ കൂടെ ഒരെണ്ണം ഔട്ട്ഡോർ ആയിരിക്കണം, പിന്നെ നമ്മൾ വെള്ളം കുടിക്കണം, അതും 4 ലിറ്റർ എടുത്ത് വെള്ളം കുടിക്കണം, പിന്നെ അതിന്റെ കൂടെ നമുക്ക് ബുക്ക് വായിക്കണം 10 പേജ്, പിന്നെ ഒരു പ്രോഗ്രസ് ഫോട്ടോ എടുക്കണം, ക്ലീൻ ആയിട്ട് ഫുഡ് കഴിക്കും. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കാർണിവോർ ഡയറ്റിലേക്ക് സ്വിച്ച് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ കൂടി ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുൾ ടൈം ഇതിന് പിന്നാലെ നടക്കുന്നതായിട്ട് ഒരു ഫീൽ വന്നു. എന്നാലും 25 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ട് എനിക്കുണ്ടായ ഒരുപാട് റിസൾട്ട് ഉണ്ട്. അതായത് വെയിറ്റ് ലോസ് മാത്രമല്ല, ആക്ച്വലി ഞാനൊരു 8-9 kgsന്റെ അടുത്ത് ഈ 25 ഡേയ്സ് തുടങ്ങിയിട്ട് തന്നെ വെയിറ്റ് കുറഞ്ഞു. പക്ഷെ അത് മാത്രമല്ല, അതിന്റെ കൂടെ നമ്മുടെ മെന്റൽ സ്ട്രെങ്ത്, സെൽഫ് ഡിസിപ്ലിനിൽ, അങ്ങനെ നമ്മുടെ ഡിസിപ്ലിൻ ഏരിയാസിലൊക്കെ നമ്മൾക്ക് ഒരുപാട് ചേഞ്ചസ് വന്നു. ആ ചേഞ്ചസിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ചലഞ്ച് പ്രവർത്തിക്കുന്നത്. നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുകയാണ്, നമ്മുടെ ലൈഫിൽ നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുകയാണ്, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തിട്ട് സക്സസ് ആവാണ്ട് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഇങ്ങനത്തെ ഒരു ഹാർഡ് തിങ് ചെയ്താൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എല്ലാവരും പറയുന്ന ഒരു ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം. ആ സാധനം ചെയ്ത് വരുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇതൊക്കെ ഇത്രയേ ഉള്ളൂ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നാളെ കാണാം. ഡേ 26. ഇന്ന് ഡേ 25 നമ്മൾ സക്സസ്ഫുള്ളി പൂർത്തിയാക്കിയിരിക്കുകയാണ്.